നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വെറുമൊരു അറിവ് പങ്കുവെക്കലല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന, നിങ്ങളുടെ തലവരയിൽ പുതിയ മാറ്റങ്ങൾ കുറിക്കാൻ പോകുന്ന അതീവ ഗൗരവകരമായ ചില സത്യങ്ങളെ കുറിച്ചാണ്. നമുക്കിടയിൽ എത്രയോ പേരുണ്ട് രാത്രി പകലാക്കി കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതത്തിൽ ഒരടി മുന്നോട്ട് നീങ്ങാൻ കഴിയാത്തവർ. കൈനിറയെ പണം വരുന്നുണ്ടാകാം, പക്ഷേ വന്ന വഴി പോലും അറിയാതെ അത് ചോർന്നു പോവുകയാണ്. കടബാധ്യതകൾ കൊണ്ട് ശ്വാസം മുട്ടുമ്പോൾ തകർന്നുപോയ മനസ്സുമായി ദൈവത്തോടുള്ള പ്രാർത്ഥനയുമായി കഴിയുന്ന ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ചുറ്റുമുള്ള ചില വ്യക്തികൾ അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന വലിയ വലിയ കോടീശ്വരന്മാർ, അവർ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ ഉയർച്ചയുടെ പടവുകൾ കയറുന്നത്? അവരുടെ വീടുകൾക്കുള്ളിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതെ, അവിടെയാണ് വാസ്തുശാസ്ത്രത്തിന്റെ അതിഗൂഢമായ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. പല സമ്പന്നരും ഈ രഹസ്യങ്ങൾ പുറത്തു പറയാൻ ആഗ്രഹിക്കാറില്ല. തങ്ങളുടെ ഐശ്വര്യം മറ്റുള്ളവർ അറിയരുത് എന്ന സ്വാർത്ഥതയാകാം അതിന് കാരണം. എന്നാൽ ഇന്ന് കടക്കണിയിൽ വലഞ്ഞ സാധാരണക്കാരെ പോലും കോടീശ്വരന്മാരാക്കി മാറ്റിയ, ഇന്നും വലിയ പണക്കാർ അതീവ രഹസ്യമായി തങ്ങളുടെ വീടുകളിൽ കാത്തു സൂക്ഷിക്കുന്ന 6 വാസ്തു അത്ഭുതങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് വെറും വാക്കല്ല, അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ പച്ചയായ സത്യമാണ്. ഞാൻ ഈ പറയുന്ന 6 കാര്യങ്ങളിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒന്നെങ്കിലും കൃത്യമായി ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ഐശ്വര്യവും സമ്പത്തും നിങ്ങളെ തേടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പട്ടികയിലെ ഒന്നാമത്തെ കാര്യം അതീവ പവിത്രമായ ഒന്നാണ്: കാമധേനു. ഒരു പശുവും അതിന്റെ അകിടിൽ നിന്ന് സ്നേഹത്തോടെ പാല് കുടിക്കുന്ന പശുക്കിടാവും ചേർന്ന ആ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് വെറുമൊരു അലങ്കാര വസ്തുവല്ല. ഹൈന്ദവ സങ്കല്പമനുസരിച്ച് 33 കോടി ദേവതകളുടെയും സാന്നിധ്യമുള്ള ഗോമാതാവിന്റെ പ്രതീകമാണത്. നിങ്ങൾ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അന്നത്തിന് മുട്ടുണ്ടാകാതിരിക്കാൻ കാമധേനുവിന്റെ സാന്നിധ്യം സഹായിക്കും. ഈ രൂപം എവിടെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് നിങ്ങൾ നിലവിളക്ക് കൊളുത്തി വയ്ക്കുന്ന ശുദ്ധിയുള്ള ഇടത്തോ വേണം ഇത് സ്ഥാപിക്കാൻ. പ്ലാസ്റ്റിക് രൂപങ്ങളെക്കാൾ പിത്തളയോ വെങ്കലമോ പോലുള്ള ലോഹത്തിൽ തീർത്ത വിഗ്രഹങ്ങൾ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ലോഹങ്ങൾക്ക് പോസിറ്റീവ് ഊർജത്തെ നിലനിർത്താൻ പ്രത്യേക കഴിവുണ്ട്. കാമധേനുവിനെ ഭക്തിയോടെ വീട്ടിൽ പ്രതിഷ്ഠിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് പട്ടിണിയും ദാരിദ്ര്യവും വിട്ടകലും. സാമ്പത്തികമായ ഉന്നതിക്ക് പുറമെ കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യവും സമാധാനവും സന്തോഷവും നിലനിൽക്കാൻ ഈ പുണ്യരൂപം വഴി തുറക്കും. സമ്പന്നർ തങ്ങളുടെ ഐശ്വര്യം ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കാൻ ചെയ്യുന്ന അതിരഹസ്യമായ വഴികളിലൊന്നാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പട്ടികയിലെ രണ്ടാമത്തെ അത്ഭുതത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും അല്പം അമ്പരപ്പ് തോന്നിയേക്കാം. പക്ഷേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിന്റെ ഫലം അവിശ്വസനീയമാണ്. നമ്മുടെ ഐശ്വര്യത്തിനായി നാം ഉപയോഗിക്കേണ്ട ആ രൂപം മറ്റൊന്നുമല്ല, മഹാലക്ഷ്മി ദേവിയുടെ വാഹനമായ മൂങ്ങയാണ്. പലപ്പോഴും മൂങ്ങയെ കുറിച്ച് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും പേടിയോ ആശങ്കയോ തോന്നാറുണ്ട്. എന്നാൽ വാസ്തുശാസ്ത്രപ്രകാരം മൂങ്ങ എന്നത് സാക്ഷാൽ ധനലക്ഷ്മിയുടെ വരവിനെ സൂചിപ്പിക്കുന്ന അതീവ ശ്രേഷ്ഠമായ ഒന്നാണ്. മിക്കവാറും വലിയ കോടീശ്വരന്മാരുടെ വീടുകൾ ശ്രദ്ധിച്ചാൽ അവിടെ അതീവ രഹസ്യമായി ഇത്തരമൊരു രൂപം സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ഇതെവിടെയാണ് വെക്കേണ്ടത് എന്ന് നോക്കാം. ഇതിന്റെ സ്ഥാനം ഏറ്റവും പ്രധാനമാണ്. നിങ്ങളുടെ വീടിന്റെ കിടപ്പുമുറിയിൽ, അതായത് ഗൃഹനാഥനും ഗൃഹനാഥിയും ഉറങ്ങുന്ന ആ മുറിക്കുള്ളിലല്ല ഇത് സ്ഥാപിക്കേണ്ടത്. പകരം നിങ്ങൾ രാവിലെ ഉറക്കമെഴുന്നേറ്റ് ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ കണ്ണ് ആദ്യം ഉടക്കുന്നത് എവിടെയാണോ അവിടെ വേണം ഈ മൂങ്ങയെ വെക്കാൻ. ഹാളിലെയോ വരാന്തയിലെയോ ഭിത്തിയിലോ അല്ലെങ്കിൽ വാതിലിന് നേരെ എതിർവശത്തുള്ള ഒരു സ്റ്റാൻഡിലോ ഇത് വെക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഓരോ പ്രഭാതത്തിലും നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ഈ രൂപമായിരിക്കണം. ഇതിനായി വില കൂടിയ രൂപങ്ങൾ വാങ്ങണമെന്നില്ല.
വെറും 100 രൂപയ്ക്ക് താഴെ മാത്രം വിലയുള്ള ലോഹത്തിൽ തീർത്ത ചെറിയൊരു വിഗ്രഹം ഓൺലൈനായോ കടകളിൽ നിന്നോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇവിടെ വിഗ്രഹത്തിന്റെ വിലയ്ക്കല്ല, മറിച്ച് അത് നിങ്ങളുടെ കണ്ണിൽപ്പെടുന്ന ആ നിമിഷത്തിനാണ് പ്രാധാന്യം. ജീവിതത്തിലെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകാനും കടബാധ്യതകൾ മെല്ലെ അലിഞ്ഞു പോകാനും ഈ ലളിതമായ മാറ്റം നിങ്ങളെ സഹായിക്കും. ഐശ്വര്യം നിങ്ങളുടെ പടിവാതിക്കൽ വന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. നമ്മുടെ ജീവിതത്തിൽ എത്ര അധ്വാനിച്ചാലും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച വേഗതയിൽ മുന്നേറാൻ കഴിയാറില്ല. കരിയറിലായാലും ബിസിനസ്സിലായാലും ഒരു മരവിപ്പ് അനുഭവപ്പെടാറില്ലേ? എന്നാൽ ലോകത്തിലെ അതിസമ്പന്നരായ വ്യക്തികളുടെയും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയവരുടെയും വീടുകളോ ഓഫീസുകളോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ പ്രധാനപ്പെട്ട ഒരിടത്ത് സവിശേഷമായ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഉദിച്ചുയരുന്ന സൂര്യന്റെ പശ്ചാത്തലത്തിൽ അതിവേഗം ഓടുന്ന 7 കുതിരകളുടെ ചിത്രം. വാസ്തുശാസ്ത്രപ്രകാരം ഈ ചിത്രത്തിന് നൽകാൻ കഴിയുന്ന ഊർജം അവിശ്വസനീയമാണ്. എന്തുകൊണ്ടാണ് 7 കുതിരകൾ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സൂര്യഭഗവാന്റെ രഥം വലിക്കുന്നത് 7 കുതിരകളാണ്. കൂടാതെ 7 എന്നത് അതീവ ശുഭകരമായ ഒരു സംഖ്യയാണ്. കുതിരകൾ കരുത്തിന്റെയും വേഗതയുടെയും തളരാത്ത പോരാട്ട വീര്യത്തിന്റെയും പ്രതീകമാണ്. ഈ ചിത്രം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിർണായകമായ കാര്യങ്ങൾ ഇനി പറയുന്നു. നിങ്ങളുടെ വീടിന്റെ ലിവിംഗ് റൂമിൽ അല്ലെങ്കിൽ ഹാളിന്റെ കിഴക്ക് വശത്തെ ഭിത്തിയിലാണ് ഈ ചിത്രം തൂക്കേണ്ടത്. കിഴക്ക് സൂര്യന്റെ ദിശയായതിനാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളും പ്രശസ്തിയും കൊണ്ടുവരും. ഇത് സ്ഥാപിക്കുമ്പോൾ പലർക്കും തെറ്റുപറ്റാറുണ്ട്. ചിത്രത്തിലെ കുതിരകൾ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലേക്ക് ഓടി വരുന്ന രീതിയിൽ വേണം വെക്കാൻ. അതായത് വാതിക്കൽ നിന്ന് നോക്കിയാൽ കുതിരകൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് പോലെ തോന്നണം. കുതിരകൾ പുറത്തേക്ക് ഓടുന്ന രീതിയിൽ വെച്ചാൽ ഐശ്വര്യം പടിയിറങ്ങിപ്പോകുമെന്നാണ് വാസ്തു പറയുന്നത്. അതുപോലെ ഉദിച്ചുയർന്ന സൂര്യന്റെ പശ്ചാത്തലമുള്ള ചിത്രം തന്നെ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ ലാഭമുണ്ടാക്കാനും ജോലിയിൽ സ്ഥാനക്കയറ്റവും അംഗീകാരവും ലഭിക്കാനും ഈ ചിത്രം സഹായിക്കും. ഐശ്വര്യം നിങ്ങളുടെ പടിവാതിക്കൽ വന്ന് നിൽക്കുകയല്ല, മറിച്ച് ഓടി വരികയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. നാലാമത്തെ കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു ചേരുന്ന വലിയൊരു തടസ്സത്തെ മാറ്റാനുള്ളതാണ്. പലപ്പോഴും നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നുണ്ടാകും, നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്നുണ്ടാകും. എന്നാൽ പെട്ടെന്നായിരിക്കും ബിസിനസ്സിൽ തകർച്ചയുണ്ടാകുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ഒന്നിനു പിറകെ ഒന്നായി അസുഖങ്ങൾ വരുന്നത്. ഇതിനെയാണ് നമ്മൾ കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷം എന്ന് വിളിക്കുന്നത്. നമ്മുടെ വളർച്ചയിൽ അസൂയ പൂണ്ടവരുടെ ആ നോട്ടം മതി നമ്മുടെ തകർച്ചയ്ക്ക് എന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെയല്ല. അത്തരം നെഗറ്റീവ് എനർജികളെ പടിവാതിക്കൽ തന്നെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് സൂര്യമുഖം. ലോഹത്തിൽ തീർത്ത സൂര്യഭഗവാന്റെ തേജസ്സുറ്റ ഈ മുഖം വീടിന്റെ മുൻവശത്ത് സ്ഥാപിക്കുന്നത് അതീവ ഫലപ്രദമാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങി ഉടനെ സ്ഥാപിക്കാതെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നൽകി അർച്ചന നടത്തി പൂജിച്ചു വാങ്ങുന്നത് അതിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന് തൊട്ടുമുകളിലായി വേണം ഇത് സ്ഥാപിക്കാൻ. സൂര്യമുഖം കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിലേക്കോ നോക്കി നിൽക്കുന്ന രീതിയിൽ വേണം തൂക്കാൻ. ഓരോ പ്രഭാതത്തിലും സൂര്യരശ്മികൾ ഈ ലോഹമുഖത്ത് തട്ടിത്തിളങ്ങുമ്പോൾ ആ പ്രകാശം നമ്മുടെ വീട്ടിനുള്ളിലേക്ക് പോസിറ്റീവ് എനർജിയെ പ്രസരിപ്പിക്കുന്നു. ഇത് വീട്ടിലെ തടസ്സങ്ങൾ മാറ്റുകയും ഐശ്വര്യം കൊണ്ടുവരികയും ചെയ്യും. വലിയ വലിയ വീടുകളിലെയും കൊട്ടാരങ്ങളുടെയും മുന്നിൽ ഇത്തരത്തിൽ സൂര്യമുഖം സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവരൊക്കെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ അറിവ് നിങ്ങളുടെ വീടിനും ഒരു രക്ഷാകവചമായി മാറട്ടെ. നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളെ മാറ്റാൻ സഹായിക്കുന്ന അഞ്ചാമത്തെ കാര്യം വാസ്തുശാസ്ത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒന്നാണ്. അതാണ് ആമ. ആമയെ കേവലം ഒരു ജീവിയായല്ല, മറിച്ച് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ കൂർമാവതാരമായാണ് ഭാരതീയ ശാസ്ത്രം കാണുന്നത്. ഭൂമിയുടെ ഭാരം മുഴുവൻ തന്റെ പുറത്തു താങ്ങിയ കൂർമ്മത്തിനെ പോലെ നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ പ്രതിസന്ധികളെയും സാമ്പത്തിക ഭാരങ്ങളെയും താങ്ങി നിർത്താൻ
ആമയുടെ സാന്നിധ്യം സഹായിക്കും. ഇത് വീട്ടിൽ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം. ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുമൊരു ആമയുടെ രൂപം വാങ്ങി എവിടെയെങ്കിലും വെച്ചാൽ പോരാ. ഒരു ചെറിയ പിച്ചളത്താലത്തിലോ പാത്രത്തിലോ അല്പം ശുദ്ധജലം നിറച്ച് അതിൽ ഇരിക്കുന്ന രീതിയിലുള്ള ആമയെ വേണം നിങ്ങൾ വാങ്ങാൻ. ഇതിനെ വാസ്തു ആമ എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ വീടിന്റെ വടക്കു ഭാഗത്തുള്ള ബെഡ്റൂമിലോ അല്ലെങ്കിൽ വീടിന്റെ കന്നിമൂലയിലോ, അതായത് വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ഇത് സ്ഥാപിക്കാവുന്നതാണ്. ആമയുടെ തല എപ്പോഴും വടക്ക് വശത്തേക്കോ അല്ലെങ്കിൽ കിഴക്ക് വശത്തേക്കോ നോക്കിയിരിക്കണം. വടക്ക് ഭാഗം എന്നത് ധനത്തിന്റെ അധിപനായ കുബേരന്റെ ദിശയാണ്. ഈ ദിശയിലേക്ക് ആമയുടെ മുഖം വരുന്നത് പണം വീട്ടിലേക്ക് ഒഴുകി വരാൻ കാരണമാകുന്നു. പലപ്പോഴും സമ്പത്ത് വരും, പക്ഷേ അത് കയ്യിൽ നിൽക്കാതെ പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ ആമയുടെ ഈ രൂപം വീട്ടിൽ സ്ഥാപിക്കുന്നതിലൂടെ സമ്പത്തിന് ഒരു സ്ഥിരത കൈവരുന്നു. കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടുന്നവർക്കും ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നവർക്കും ആശ്വാസം പകരാൻ ഈ കൂർമ്മ രൂപത്തിന് സാധിക്കും. വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ പലരുടെയും ഓഫീസുകളിലും വീടുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്തരമൊരു ആമയെ കാണാൻ സാധിക്കും. അത്രമേൽ ശക്തമാണ് ഇതിന്റെ സ്വാധീനം. ഭാരതീയ വാസ്തുശാസ്ത്രത്തിനൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള സമ്പന്നർ വിശ്വസിക്കുന്ന ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയിൽ നിന്നുള്ളതാണ് ഫെങ്ഷുയി തവള. വായിൽ ഒരു സ്വർണ്ണ നാണയം കടിച്ചു പിടിച്ച് നാണയങ്ങളുടെ കൂമ്പാരത്തിന് മുകളിൽ ഇരിക്കുന്ന 3 കാലുകളുള്ള തവള. പണത്തെ ആകർഷിക്കാൻ ഇതിലും വലിയൊരു പ്രതീകം ലോകത്ത് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലും ഷോപ്പുകളിലും നിങ്ങൾ ഈ രൂപം കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇത് വെക്കുമ്പോൾ പലരും വരുത്തുന്ന ഒരു ചെറിയ തെറ്റ് കാരണം ഫലം കിട്ടാതെ പോകാറുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. മുഖത്തിന്റെ ദിശ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തവളയുടെ മുഖം ഒരിക്കലും വീടിന്റെ പുറത്തേക്കോ വാതിലിന് അഭിമുഖമായോ വെക്കരുത്. പണം പുറത്തേക്ക് പോകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. പകരം പ്രധാന വാതിലിന് സമീപം വീടിന് അകത്തേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം ഇത് വെക്കാൻ. അതായത് പുറത്തു നിന്നും പണം വാരിക്കൊണ്ട് തവള നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന സങ്കല്പത്തിൽ വേണം ഇത് സ്ഥാപിക്കാൻ. ഈ രൂപം ഒരിക്കലും നേരിട്ട് തറയിൽ വെക്കാൻ പാടില്ല. ഒന്നുകിൽ ഒരു ചെറിയ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ടീപ്പോയുടെ മുകളിലോ വൃത്തിയുള്ള ഒരു സ്ഥാനത്ത് വേണം ഇത് സ്ഥാപിക്കാൻ. എന്നും ഈ രൂപത്തിന് ചുറ്റുമുള്ള ഭാഗം വൃത്തിയായി സൂക്ഷിക്കണം. പൊടി പിടിക്കാൻ അനുവദിക്കരുത്. പണം കാന്തത്തെ പോലെ ആകർഷിക്കുവാനുള്ള ഒരു പ്രത്യേക ഊർജം ഈ രൂപത്തിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സാമ്പത്തിക തടസ്സങ്ങൾ നേരിടുന്നവർക്ക്, പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മണി ഫ്രോഗ് ഒരു വലിയ ഭാഗ്യം തന്നെയായിരിക്കും. ഒരു കാര്യം ഓർക്കുക, നമ്മൾ ചെയ്യുന്ന ചെറിയ മാറ്റങ്ങളാണ് വലിയ വിജയങ്ങളിലേക്ക് വഴി തുറക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന 1-2 കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് പൂർണ്ണമായ വിശ്വാസത്തോടെ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വെറും 100-200 രൂപ മുടക്കി ചെയ്യാൻ കഴിയുന്ന ഇത്തരം ലളിതമായ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. എന്നാൽ വാസ്തുശാസ്ത്രം പറയുന്ന ഈ ഊർജ തന്ത്രങ്ങൾ ഫലിച്ചാലോ, അത് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വരും തലമുറകളുടെയും തലവര തന്നെ മാറ്റാൻ കഴിയുന്ന വലിയൊരു സമ്പത്തായിരിക്കും. മനസ്സർപ്പിച്ച് ഈശ്വര ചിന്തയോടെ ഓരോ ചുവടും വെക്കുക. തടസ്സങ്ങൾ പടിപടിയായി മാറുന്നതും നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം നിറയുന്നതും നിങ്ങൾക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും. വലിയ മാറ്റങ്ങൾ എന്നും തുടങ്ങുന്നത് ചെറിയ ഇത്തരത്തിലുള്ള ചുവടുവെപ്പുകളിലൂടെയാണ്. ഈ അറിവ് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും പങ്കുവെക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഹരി ഓം.